എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നത്, അല്പം ക്ഷമിക്ക, ഞാൻ അറിയിച്ചു തരാം. ദൈവത്തിനു വേണ്ടി ഇനിയും ചില വാക്ക് പറവാനുണ്ട് എന്നുള്ള വചനമാണ്. ഭക്തനായ ഇയ്യോബിനോട് എലീഹു സംസാരിക്കുന്ന വാക്കുകളെല്ലാം ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നു എന്ന് താൻ വിചാരിക്കുന്നു, ചിന്തിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നും താൻ പറയുന്ന വാക്കുകളുടെ മൂല്യം എത്രയുണ്ടെന്നും നന്നായി ഗ്രഹിക്കുവാൻ കഴിയാത്ത എലീഹുവിൻ്റെ വാക്കുകൾ ദൈവത്തിനു വേണ്ടിയാണ് താൻ പറയുന്നത് എന്ന് പറയാൻ പരിശ്രമിക്കുമ്പോഴും യഥാർത്ഥത്തിൽ താൻ ദൈവത്തിനു വേണ്ടിയല്ല സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. നാം ഈ ലോകത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ നിരവധി ആളുകൾ ദൈവത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു എങ്കിലും വാസ്തവത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളോ അവർ പറയുന്ന വാക്കുകളോ ദൈവത്തിനു വേണ്ടിയാകുന്നില്ല എന്ന് മാത്രമല്ല, സ്വന്തം നേട്ടങ്ങൾക്കും സ്വന്തം നന്മകൾക്കും വേണ്ടി മാത്രമാകുന്നു എന്നും, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തിനു വേണ്ടി ഞാൻ ഇന്നതിന്നത് ചെയ്യുന്നു, പറയുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു പരിശ്രമവും അതിൻ്റെ പിന്നിൽ കാണുവാൻ കഴിയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ വസ്തുത തന്നെയാണ്. പരീശന്മാരെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പല നിലവാരത്തിലുള്ള പല സ്വഭാവമുള്ള പരീശന്മാരെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ രക്തം ചൊരിയുന്ന പരീശൻ എന്ന് പറയുന്ന ഒരു പരീശ സമൂഹമുണ്ട്. അവർ കണ്ണുകെട്ടി നടക്കുന്നവരും ആ നിലകളിൽ അവർ കണ്ണുകെട്ടി നടക്കുന്നത് മുമ്പിൽ കാണുന്നതെല്ലാം പാപമാകൊണ്ട് ആ പാപം കാണുമ്പോൾ ജീവിതത്തിൽ പാപം ഭവിക്കുമെന്നതുകൊണ്ട് കാണാതിരിക്കേണ്ടതിന് അവർ കണ്ണ് കെട്ടിക്കൊണ്ട് നടക്കുകയും ആ നിലയിൽ അവിടെ ഇവിടെയും ഒക്കെ പോയി തട്ടുകയും ഇടിക്കുകയും ചെയ്തിട്ട് അവരുടെ ശരീരഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടാകുകയും ആ മുറിവിൽ നിന്ന് രക്തം ഒഴുകുമ്പോൾ ദൈവത്തിനു വേണ്ടിയാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത്, സഹിക്കുന്നത് എന്ന് പറയാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതായ ഒരു ചരിത്രമാണ് ഈ രക്തം ചൊരിയുന്ന പരീശന്മാരെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അർത്ഥശൂന്യമായ ചില പ്രവൃത്തികളും അനുഭവങ്ങളും മാത്രമാണ് അത് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെയും എലീഹുവിൻ്റെ വാക്കുകൾ ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നു എങ്കിലും അങ്ങനെയാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ വസ്തുത എന്ന് പറയുന്നത്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ദൈവത്തിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത്, ഞാനിത് ചെയ്യുന്നത് എന്നൊക്കെ നാം അവകാശപ്പെടുമ്പോഴും അതിലൂടെ ദൈവത്തിന്, ദൈവനാമത്തിന്, ദൈവസഭയ്ക്ക്, ദൈവരാജ്യത്തിന് എന്തു ഗുണമുണ്ട് എന്ന് പരിശോധിച്ചു നോക്കിയാൽ ഒന്നുമില്ലെന്നും ഈ പ്രവർത്തിക്കുന്ന വ്യക്തിക്കാണ് ഈ വിഷയ നിമിത്തം നന്മകളും നേട്ടങ്ങളും അധികാരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കാറുള്ളത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കി കൊണ്ടുപോകുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിനു വേണ്ടി എന്ന് പറയുകയല്ല, ദൈവത്തിനു വേണ്ടിയുള്ളതായി തീരുന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് നാം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിട്ടല്ല, ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ നമുക്ക് ഉത്സാഹിക്കാം.
അതിൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ദൈവത്തിനു വേണ്ടി എന്ന് പറയുകയല്ല, അതിലുപരി ദൈവത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരായി ഞങ്ങൾ തീരുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം കൊണ്ട് ഈ ദൈവവചന കേൾവിക്കാരെ അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.